അതെ, ഉത്തമൻ ആശയെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞായിരുന്നെന്ന്. എന്താ പറഞ്ഞത്? എന്താ സൂപ്പർ മാർക്കറ്റിലെ ജോലി കളയരുതെന്നോ മക്കളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണമെന്നോ. മക്കളുടെ കാര്യം നോക്കണമെന്നോ? അവനെന്തോ പറ്റി? എനിക്കറിയത്തില്ല. അവൻ എന്തൊക്കെയോ മാറ്റങ്ങളുള്ള പോലെ ഇല്ലേ? എനിക്കും തോന്നി. എന്നിട്ട് അവയിപ്പോ എവിടെ? അവൻ ആ മുറിക്കാത്തോണ്ട് അതിനകത്തൊന്നും ഇറങ്ങിയിട്ടില്ലെന്നേ. ഇതാണ് അവന്റെ പ്രശ്നം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുറിക്കാത്തേര് കഥം കൂട്ടിയിരിക്കും. വാ പോയി നോക്കാം. എന്തോന്നാടാ ശിവ ഇതൊക്കെ? കുറ്റം ചെയ്ത് ആരെയാണെങ്കിലും അറസ്റ്റ് ചെയ്യണം. അച്ഛാ, മക്കളെ എന്തുവാടാ മക്കളെ? എന്താടാ നിലവിളിച്ചെന്തിന്? വിളിച്ചോ? ഓ ഇച്ചിരി വെള്ളം ചേർത്തോണ്ട് പെട്ടെന്ന് പെട്ടെന്ന്. എന്തുവാടാ മക്കളെ? സ്വപ്നം വല്ലതും കണ്ടോ? ആണോ? എന്തുവാ എന്താളിയാ? ഫാൻ ഇട്ടില്ലേ? എന്താളിയാ വിളിച്ചെന്ത്? പേടിക്കേണ്ട കാര്യം പറ മക്കളെ. എന്താ സംഭവം എന്ന് പറ. ഇവനെന്താ പറ്റിയ? മതിയോ മക്കളെ? ഇനി പറ കാര്യം എന്താ? ഞാൻ സ്വപ്നം കണ്ടാളി. ഇത്രയ്ക്ക് പേടിക്കാൻ മാത്രം എന്ത് സ്വപ്നമാണോ നീ കണ്ടേ? എന്തുവാടാ ഇങ്ങനെയൊക്കെ പേടിച്ചാലോ? നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? ഈയിടെയായിട്ട് നിനക്ക് പ്രാർത്ഥനയും വിശ്വാസമൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ദുസ്വപ്നമൊക്കെ കാണുന്നത്. അത് ശരിയാ. രാകേഷ് ഉത്സവം പോയി കണ്ടിട്ട് വരാം. നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കടാ. വെള്ളം വേണോ നീ? പിന്നെ നീ ഇങ്ങനെ ശല്യം ചേർന്ന് പോയി ചുമയ്ക്കുന്നു. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കണ്ട. റെസ്റ്റ് എടുക്ക. നല്ല സ്വപ്നം കാണണമെങ്കിലേ നിങ്ങൾ ദൈവത്തിനൊക്കെ വിളിച്ചിട്ട് കിടന്ന് നല്ല സ്വപ്നം കാണും. അതിൻ്റെ ഒരു ഭാഗ്യമാണ് ഒളിയാ. ഞാൻ ഇപ്പോൾ ഫുൾ നല്ല സ്വപ്നങ്ങളാണ് കാണുന്നത്. എന്താണെന്ന് കണ്ടെന്നറിയാമോ? നേരത്തെ ഒരു ആക്സിഡന്റ് കേസ് പറഞ്ഞില്ലേ, അവനെ അറസ്റ്റ് ചെയ്ത് പഠിച്ചഴച്ച് കൊണ്ടുപോകണ സ്വപ്നമാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് എന്തെങ്കിലും സൗണ്ട് ഇട്ട് എണീറ്റ് വന്നു. ഞാൻ ബാക്കി അതുകൂടെ കണ്ടിട്ട് വരാം. അളിയും കിടന്നു കേട്ടോ. പ്രാർത്ഥിച്ച് കിടാളിയാ, എന്നാലേ നല്ല ജിലി ജിലി സ്വപ്നം കാണാൻ പറ്റുള്ളൂ.
സാറേ അതങ്ങനെ അല്ല. സാർ ഇങ്ങോട്ടൊരു വക്കീൽ നോട്ടീസ് അയച്ചപ്പം ഞാൻ തിരിച്ചു അയച്ചു. അത് ടെൻഷൻ കൊണ്ടാ സാറേ. അയ്യോ സത്യം പറഞ്ഞാലേ സാർ ഈ കേസുമായിട്ട് വന്ന നാൾ തൊട്ട് എനിക്ക് ഒരു മനസമാധാനവും ഇല്ല. എന്നെ പ്രതിയാക്കൂത്ത സാറേ ഇത്. എന്റെ പൊന്നു സാറേ, എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ. ഞാൻ കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക. ഹലോ ഹലോ, ഇതിനെ കൊണ്ട് പറ്റി ശല്യമായില്ല. സാറേ വന്നു അടുത്ത ശല്യം. എന്താ സാറേ, സാറ് പുറത്തോട്ടെങ്ങാനും പോകുന്നുണ്ടോ? പോന്നെങ്കിൽ ഏതാണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന സാധനം ഒന്ന് മേടിച്ചോണ്ട് വരുമോ? ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായില്ലേ? ആന്ന് സാറേ, അത് ഞാൻ ഒരു ശകലം എടുത്തങ്ങ് ഉപയോഗിച്ചു. നിങ്ങളത് എടുത്തോ? എന്റെ സാറേ, ഞാൻ ഇരിച്ചിരി ഉണ്ടായി ഉപയോഗിച്ചാൽ ആ ലളിത ചേച്ചി എന്തോ ഒരു വഴക്ക എന്നെ പറഞ്ഞ്. നിങ്ങൾ എന്തിനാ എന്റെ സാധനമൊക്കെ എടുക്കാൻ പോകുന്നത്? ഓ, അത് എന്റെ ഡൈ അങ്ങ് തീർന്നു പോയി. എനിക്ക് പോകാനോ മറ്റോ നേരം ഉണ്ടോ വെളിയില്? അപ്പൊ ശാലം എടുത്ത് ഉപയോഗിച്ചു. അതെ, മറ്റൊരാളുടെ വീട്ടിൽ കയറുന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ അവരോട് ചോദിക്കുകയും പറയുകയും ചെയ്യണം. അല്ലാത്തതിനൊക്കെ വലിയ വാചോടിയാണല്ലോ. ഒരു മര്യാദ വേണ്ട കാര്യങ്ങൾക്കൊക്കെ. ഓ, മര്യാദയുടെ കാര്യം ഒന്നും സാറ് പറയണ്ട. ഇന്നാള് ഞാൻ ഒരു 500 രൂപ സിന്ധുവിനോട് കടം ചോദിച്ചേന് ഈ ലളിത ചേച്ചി എന്തോ ചന്ദ്രഹാസമായിരുന്നു. എന്നിട്ട് വേണം ഇനിയിപ്പൊ ഞാൻ ഡൈ എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ. ഓ മതി മതി മതി, ഇനി മേലെ ഇങ്ങനത്തെ സാധനങ്ങൾ ചോദിക്കാതെ പറയാതെ എടുക്കരുത് കേട്ടല്ലോ. യോ, ഞാൻ ഇച്ചിരി എടുത്തൊന്ന് ഉപയോഗിച്ചു പോയി. അത് തിരിച്ചു വെക്കാൻ ആ സാറിനോടൊന്ന് മേടിച്ചു തരാൻ പറഞ്ഞത്. ഞാൻ അതിന്റെ പൈസയും തരും. യോ, എനിക്ക് നിങ്ങൾ സാധനം ഒന്നും വാങ്ങിച്ചു തരണ്ടേ. വീട്ടിലും ഒരു മനസമാധാനം തരൂല്ലെന്ന് പറഞ്ഞു. യോ, ഇതെന്തൊരു നിസ്സാരണ പ്രസ്ഥാനം. വേണ്ടക്ക് വേണ്ട. ഹലോ ഹലോ, എടാ ഇവിടെ നീ മുങ്ങിയില്ലടാ? ചേട്ടാ ഞാൻ മുങ്ങിയതല്ല, ഒന്ന് മാറിയിരുന്നതാ. മാറിയുന്നതാ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആരുടെ ഒന്നും പറയാതെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ട്. എടാ നീ എവിടെയാണ്? ചേട്ടാ ഞാൻ വേറൊരു സ്ഥലത്താ. വേറെ സ്ഥലത്താ? അത് പിന്നെ ഈ കേസ് നമ്മൾ വിചാരിച്ചാണ് കൈ നിൽക്കില്ല. അത് ഭയങ്കര പ്രശ്നമാ. എടാ നീ ഇവിടുന്ന് മാറിയിരിക്കുന്നത് ശിവനെങ്ങാനും അറിയിച്ച് അവിടെ സംശയം തോന്നൂലേടാ? ചേട്ടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടന് ഓരോ വണ്ടി ഓടിച്ച വേറൊരാളെ സെറ്റ് ചെയ്യണം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വേറെ നീ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കല്ലേ? ചേട്ടാ ഞാൻ പറഞ്ഞ ചേട്ടൻ ശ്രദ്ധിച്ച് കേക്ക്. എന്റെ മുഖം എന്തായാലും CCTV പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഹെൽമെറ്റ് വെച്ചോണ്ട് ചേട്ടന്റെ മുഖം വന്നിട്ടില്ല. ഞാൻ ചേട്ടന് പകരം വേറെ ആരെങ്കിലും സെറ്റ് ചെയ്യാം, പിന്നെ കുഴപ്പം വരത്തില്ല. എടാ ചെറുക്ക, നീ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ? നീ ഇങ്ങ് പെട്ടെന്ന് വാ. ആരും കേൾക്കരുത്. ആരും കേൾക്കണില്ല. നീ പെട്ടെന്ന് വരാൻ പറ്റുമോ? നിനക്ക് മക്കളു ചേട്ടൻ വഴി ഞാൻ എല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. ശരി. ഹലോ ഹലോ, വാവോ ചക്കരപ്പൊന്നി ഉറങ്ങിക്കേ. വാവോ വാവോ. അയ്യോ, ഉറങ്ങിയില്ലേ അപ്പച്ചി? എവിടെ? ഏത് നേരം കള്ള ഉറക്കമാടാ. ഉറങ്ങിന്ന് വിചാരിച്ച് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോ ആശാത്തി കരഞ്ഞോണ്ടിരിക്കും അവിടെ. അയ്യോ, എന്തോടെ കാണിക്കുന്നത്? മുഖത്ത് ഇങ്ങനെയൊക്കെ വെക്കുന്നോ? മുഖത്തെല്ലാം വെളിയിലല്ലേ വെച്ച്. ആ കള്ളത്തരൊക്കെ ആ പൈങ്കിളിയിലാണ്. നിന്റെ തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഉറങ്ങുമ്പോൾ കള്ളം പറഞ്ഞത് കിളിയാണ് സത്യം. ചക്കര ആണോ? അച്ഛമ്മയാണോ കല്ലി? എന്തോ ഒരു സങ്കടം? അച്ഛമ്മ, അത് മേരി ആന്റി ഇല്ലേ, ആ ആന്റി എന്നെ തള്ളി ചീത്ത പറയുകയും ചെയ്തു. തള്ളിയോ? ഓ, ഇങ്ങനെ. ഷോ ഡാ ശിവ, ആ പശ്മളത്തെ ഓർത്ത് മാത്രമാണ് ഞാൻ സഹിച്ചിരിക്കുന്നത് കേട്ടോ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നിങ്ങൾ അവരോട് പറഞ്ഞേക്ക്. അല്ല അപ്പച്ചി, ഞാൻ ചോദിക്കട്ടെ, മക്കളെ നീ വല്ലതും കാണിച്ചിട്ടേ? ഞാൻ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഒളിച്ചുകളി കളിക്കുമായിരുന്നേ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഓടുന്ന സമയത്ത് ആന്റി ഒന്ന് ജസ്റ്റ് തട്ടി.
അപ്പൊ തള്ളി എന്നെ. കണ്ടോ ശിവ, നീ കൊച്ചിന്റെ അടുത്തൊന്നും വന്നിരുന്നേ. അല്ല അപ്പച്ചി ഒന്ന് സമാധാനപ്പെടുക. ഇവിടെ അവരുടെ അഹങ്കാരം ഇന്ന് ഞാൻ തീർത്ത് കാണിച്ചു തരാലോ. അപ്പച്ചി കൊച്ചു പിള്ളേരെ വഴക്കുണ്ടാക്കാൻ പോവാണ്. അല്ലെങ്കിൽ നീ നിന്റെ അമ്മയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പച്ചി ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്തല്ല. എന്തായാലും അവർ 6 മാസം കോൺട്രാക്റ്റിലല്ലേ അമ്മ ഇങ്ങോട്ട് ആക്കിയത്. 6 മാസം കഴിഞ്ഞ് അതിന് മുമ്പേ പോവാൻ അമ്മ സമ്മതിക്കില്ല. 6 മാസം നിർത്താൻ ഞാനും ഇവിടെ സമ്മതിക്കുകയില്ല. ഇവിടെയുള്ള ആൾക്കാരുടെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, ബാക്കിയുള്ളവരുടെ എല്ലാം മനസമാധാനം കളയുന്നു. ഇപ്പത്തെ പിള്ളേരും തള്ളിയിടാൻ തുടങ്ങി. അത് ഞാൻ സഹിക്കുകയില്ല. അപ്പച്ചി സമാധാനപ്പെടാ അപ്പച്ചി. എങ്ങനെ സമാധാനപ്പെടാൻ? അല്ല അപ്പച്ചി ഇതൊരു വലിയ പ്രശ്നമാക്കണം. വലിയ പ്രശ്നമാക്കണം. നിന്റെ മാമനല്ലേലും ഇതൊരു പ്രശ്നമല്ലല്ലോ. മാറണം. നിനക്ക് എന്തോന്ന് വെച്ചാൽ നീ നുള്ളി പിച്ചി ബാധ്യതൊക്കെ വീട്ടിൽ എന്ന് പറയണത്? ഇവിടെല്ല സിന്ധു അടിയുടെ വീട്ടിൽ പോയി പറയാൻ പറ്റത്തില്ലല്ലോ. അച്ഛമ്മ കണ്ട മക്കളെ, നീ ചേച്ചി പറഞ്ഞിട്ട് പോയത് മക്കൾ ഇതുവരെ തർക്കത്തിലൊന്നും പറയല്ലേ കേട്ടോ. വളരെ എന്റെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലയോ കൊള്ളാം. ശിവനും മക്കളും പൈങ്കിടിയും ഉടനെ തന്നെ വീട്ടിലെത്തിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ എത്തിക്കത്തില്ലയോ? കൊള്ളാം. അത് പിന്നെ പ്രത്യേകം പറയണോ ചേച്ചി? എന്റെ സ്വഭാവം ചേച്ചിക്ക് അറിയത്തില്ലയോ? പിന്നെ ഞാനിവിടെ എല്ലാത്തിനെയും അങ്ങേയറ്റം വെറുപ്പിച്ച് വെച്ചേക്കുവാ. പിന്നല്ലാതെ എന്നെ ചേച്ചിക്ക് വിശ്വാസം ഇല്ലയോ? അതെ, ഇപ്പൊ തന്നെ ഞാൻ ആമിക്കിട്ട് 2 എണ്ണം കൊടുത്തതേ ഉള്ളൂ. പിന്നെ എന്നെ ചേച്ചിക്ക് അറിയാൻ വയ്യായോ? എല്ലാം ഞാൻ ശരിയാക്കി തന്നിരിക്കും. എല്ലാത്തിനും തമ്മിൽ അടുപ്പിക്കുകയും ചെയ്യും. പിന്നെ ഭക്ഷമള ചേച്ചി, കാര്യം കഴിയുമ്പോ ഈ ദമയന്തി അങ്ങ് മറന്നേക്കരുത് കേട്ടോ. അത് മതി. ശരി. പിന്നെ ആയിക്കോട്ടെ. അയ്യോ, ചേച്ചി എന്താ പറഞ്ഞാലും ഞാനങ്ങ് കേക്കും. ശരി. പിന്നെ ചേച്ചി, പൈസ ഉണ്ടായില്ലേ, ആ ഗൂഗിളിലോട്ട് ഇട്ടേക്കണേ ഒരു 3000 രൂപ. മതി വൈകിട്ട് മതി. പിന്നെ അല്ലാതെ ശരി. ചേച്ചിയുടെ അങ്ങ് നല്ല മനസ്സല്ലയോ? ശരി. ഇവിടെ അപ്പൊ ഇവിടെ ഞാനല്ലേ നിന്നോട് ചോദിച്ചത് നീ എന്തിനു ഇവിടെ? അത് ഞാൻ ഇങ്ങനെ വന്നപ്പോഴേ ആന്റി സംസാരിക്കുന്നുണ്ട്. ആമിയുടെ അസുഖം നിനക്കും തുടങ്ങിയടേ. ആമിയുടെ അസുഖോ? ഒളിഞ്ഞു കേൾക്കുന്നത്. അയ്യോ, ഒളിഞ്ഞു കേട്ടല്ല. ഞാൻ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ. ഇത് തന്നെയാണ് ആമിയും പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നതേ ആ ആന്റി ഒരു അണ്ടർ കവർ ഏജന്റ് ആണെന്ന്. വേറെ ആര് സംസാരിക്കുന്നത് ഒളിഞ്ഞെന്ന് കേൾക്കുന്നത് പോലല്ല അവരുടെ കാര്യം. നീ എങ്ങാനും ഒളിഞ്ഞെന്ന് കേട്ടു അവരറിഞ്ഞ പിന്നെ അത് മതി അടുത്ത പുകലിന്. ഈ വീടളക്കി മറിക്കും. അതാണ് അവരുടെ സ്വഭാവം. അപ്പൊ ഞാൻ അതെ, നീ കൂടുതലൊന്നും പറയണ്ട. തീർപ്പോ ഞാൻ ഇതാരുടെ അടുത്ത് പറയാ? എന്നാലും കൊള്ളാം. പറഞ്ഞത് അച്ഛാ, എനിക്കൊരു കാര്യം പറയണം. അല്ല, നമ്മളിവിടെ ഉള്ള ദമയന്തി ആന്റി ഇല്ലേ, ആ ആന്റി ഒരു സ്പൈ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാ പുള്ളിക്കാരി ആരുടെയോ അണ്ടർ കവർ ഏജന്റ് ആണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാ പുള്ളിക്കാരി ആരോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് ആരുടെയോ രഹസ്യം ചോർത്താൻ. നീ ചുമ്മാ ഇരുന്നാണ് അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലേ അവരെ. അണ്ടർ കവർ എന്നും വെച്ച് പുള്ളിക്കാരി സ്പൈ ആയി ആവാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ. നീ എന്താണ് പറയണേ? ഞാൻ ഇത്രേ ഉള്ളോ, പുള്ളിക്കാരി ആരോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാണ് നമ്മളുടെ ആരോ രഹസ്യം ചോർത്താൻ. നമ്മുടെ നമുക്കിവിടെ ആർക്കാണ് ഇവിടെ രഹസ്യം ഇരിക്കുന്നത്? നമ്മളെന്ന് വെച്ചാൽ നമ്മളെ അല്ല, ചിലപ്പോ ശിവമാമന്റെ ഓഫീസിൽ ആരെങ്കിലും ആയിരിക്കും. എന്റെ അച്ഛനെ ക്ലിനിക്കിൽ നിന്ന് ചിലപ്പോ മൃഗപാലൻ ഡോക്ടർ അയച്ചായിരിക്കും. എനിക്കെന്തോന്ന് രഹസ്യം ഇരിക്കണം ഇവിടെ? അച്ഛന് രഹസ്യം ഉണ്ടെന്നല്ല, ഈ ചിറ്റപ്പനെ പറ്റി അന്വേഷിക്കാൻ ആരെങ്കിലും പറഞ്ഞു വിട്ടാണെങ്കിൽ ചിറ്റപ്പന് കുറെ രഹസ്യങ്ങളുണ്ടല്ലേ.
നിന്റെ ചിന്ത ഉപദേശം ഒന്നും ഇപ്പൊ വേണ്ട. വേണ്ടേ? വേണ്ട. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ചെല്ലു പോ. ഇനി എന്തായാലും അച്ഛനും ഞാനും എല്ലാരും ഈ ദമയന്തി എന്റെ സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും. പുള്ളിക്കാരി ഒരു സ്പൈ തന്നെ, എനിക്ക് ഉറപ്പാണ്. ദമയന്തി, എന്താ നിങ്ങൾ എന്താ എന്റെ കൊച്ചിനെ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല. ആമിയെ നിങ്ങൾ തള്ളിയിട്ടോ? അയ്യോ തള്ളിയിട്ടെന്നോ? ഞാനോ? നിങ്ങൾ തള്ളിയിട്ടില്ലേ? ഞാൻ തുണി വിരിച്ച് അങ്ങോട്ട് പോകാൻ നേരം ആ കൊച്ചു വന്ന് ചാടി കയറാൻ തുടങ്ങി ദേഹത്തോട്ട്. ഞാനപ്പോ ഒന്ന് പിടിച്ചു മാറ്റി, അത്രേ ഉള്ളൂ. എന്നിട്ട് അവൾ അങ്ങനെ അല്ലല്ലോ എന്നോട് പറഞ്ഞു. ആ ഈ വീട്ടിലുള്ളവരെല്ലാം കള്ളേ പറയത്തുള്ളൂ. ദേ ദമയന്തി, ഈ വീട്ടിലുള്ളവരാരും അങ്ങനെ കള്ളം പറയാറില്ല. ആഹാ, ഞാൻ വന്ന ദിവസം തന്നെ ആ സുമേഷ് കൊച്ചൻ പറഞ്ഞത് അവന് ലക്ഷങ്ങളുടെ ജോലിയാ, വീട്ടിൽ ഇരുന്ന പണിയെന്ന്. പിന്നെ സാറിന്റെ ജോലി. സാറിന്റെ ജോലിക്ക് എന്താ കുഴപ്പം? ആ സാറിന്റെ ജോലിയുടെ പെൻഷൻ കൊണ്ടല്ലേ സുമേഷ് കഴിയുന്നേ. പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഭാരിച്ച കാര്യങ്ങളൊന്നും നോക്കണ്ട. കൊച്ചിനെ നോക്കാൻ വന്നവരെ കൊച്ചിനെ നോക്കി വെച്ചങ്ങ് പോയാ മതി. ഞാൻ കൊച്ചിനെ നോക്കും തള്ളേ നോക്കും. ആ കൊച്ചിനെ തള്ളെ നോക്കിക്കോ, അല്ല ഞങ്ങളെ വന്ന് ഭരിക്കാൻ വരണ്ടെന്നാ പറഞ്ഞേ. ആ ഞാൻ അങ്ങോട്ട് ഭരിക്കാൻ വരുന്നില്ല, എന്നെ ആരും ഭരിക്കാൻ വരണ്ട. അതെ ദമയന്തി, ഞാൻ അവസാനമായിട്ട് പറയാം, ഇനി ഇതുപോലെ വല്ലതും സംഭവിച്ചാ നിങ്ങൾ എന്റെ തനി കൊണം അറിയും, കേട്ടല്ലോ? പക്ഷെ നിങ്ങൾ വന്നോളൂ. കണ്ടതാ. ഹായ് ആന്റി. എന്താ പതിവില്ലാത്തൊരു സ്നേഹം? അല്ല അത് നമ്മളെ സ്നേഹമുള്ളതുകൊണ്ടാണ് ആന്റി അടുത്ത് ഹായ് പറഞ്ഞത്. ആന്റിക്ക് നമ്മളോട് സ്നേഹമില്ലാന്ന് വിചാരിച്ചിട്ടേ നമുക്ക് ആന്റിയോട് സ്നേഹം ഇല്ലാതെ ഇരിക്കൂലല്ലോ. എന്തുവാ ഈ കൊച്ചു പറയുന്നേ? അല്ല അപ്പൊ ഉദ്ദേശം എന്തെന്നറിയാമോ? ആന്റിക്ക് ഞങ്ങളടുത്ത് സ്നേഹമില്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ആന്റി അടുത്ത് സ്നേഹമില്ലാതാവൂലല്ലോ. ആ എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാഞ്ഞിട്ടാ. ഓ എന്നിട്ടാണല്ലോ എന്നെ പിടിച്ച് തള്ളിയത്. ദേ കൊച്ചേ, ഇപ്പൊ ലളിത ചേച്ചി ഒരു പുകില് കഴിഞ്ഞ് പോയതേ ഉള്ളു കേട്ടോ. നന്നായി. എന്റെ തന്നെ ഞാൻ തുണി വരച്ച് ഇങ്ങോട്ട് വരുമ്പോ കൊച്ചന്റെ നേരെ കയറി വന്നപ്പോ ഞാനൊന്ന് പിടിച്ചു മാറ്റി, അത്രയല്ലേ ഉള്ളൂ. അയ്യോ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോഴേ ആന്റി അല്ലേ എന്റെ ദേഹത്ത് വന്ന് കയറിയത്. എന്നാ എന്താ ചെയ്യേണ്ടത്? പാവല്ലേ, കൊച്ചല്ലെന്ന് വെച്ച് വിട്ട് കളയണം. അതില്ല. എടി അതെങ്ങനെയാണ് ചെയ്യുന്ന? സ്പൈ വർക്കിനുള്ള വന്ന ആള് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സത്യം. എന്തുവാ എന്തുവാ പയ്യോ? പയ്യല്ല ആന്റി, സ്പൈ. എന്തുവാടാ പയ്യെന്ന് പറഞ്ഞാല്? ഈ പയ്യല്ല സ്പൈ എന്ന് വെച്ചാ വേറൊരു ഉദ്ദേശത്തോടു കൂടി ഒരു സ്ഥലത്ത് വന്ന് ചേരുക. അതിന് എന്നെ എന്തോരാ പയ്യെന്ന് വിളിക്കുന്നേ? ആന്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളടുത്ത് പറ, നമ്മളത് സെറ്റ് ആക്കി തരും. സപ്പോർട്ട്. എന്താ പറയാൻ പോവളാരെ? ആന്റി ആ കാര്യം പറയണേ ഞങ്ങൾ സ്പൈ വർക്കിന് കൂടെ ആന്റിയുടെ കൂടെ. ആ എനിക്കൊരു കാര്യം ഒന്നും പറയാനില്ല, എല്ലാം കൂടെ ഇറങ്ങിയിരിക്കുക കുട്ടിപ്പട്ടാള പോയേ. ആ എങ്കി ആന്റി ഒരു കാര്യം ആലോചിക്കണം. ഈ വീട്ടിലെ ഏറ്റവും വലിയ 3 സ്പൈകളാണ് ഈ നിൽക്കുന്നത്. ഞങ്ങളെ വിചാരിച്ച ആന്റിയുടെ രഹസ്യം വെളിക്കൊണ്ടുവരാൻ പറ്റും. ഭീഷണിപ്പെടുത്തുന്നു. കൊച്ചു വായിൽ വലിയ വർത്താനം പറയാതെ പോവള്ളാരെ, എല്ലാം കൂടെ ഇറങ്ങിയിരിക്കുന്നു കുട്ടിപ്പട്ടാളം. പോയേ പോയേ. കുട്ടിപ്പട്ടാളം എല്ലാം കൂടെ ഇറങ്ങിയിരിക്കുക. എന്റെ അടുത്താ കളി. പിന്നെ ദമയന്തി ചേച്ചി, ചേച്ചി, ദമയന്തി ചേച്ചി പോയോ? അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ, കണ്ടുപിടിക്കാം.